Students, welcome back to my class. Today we are going to discuss about the appendicular skeleton of frog. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ഷൻ സ്കെൽറ്റൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സ്കെൽറ്റനിൽ വരുന്ന ഭാഗമാണ് സ്കൾ ആൻഡ് വെർട്ടിബ്രൽ കോളം. രണ്ടും ഡിസ്കസ് ചെയ്തു. ഇത് നമുക്ക് നോക്കാനുള്ളത് അപ്പെൻഡിക്കുലർ സ്കെൽറ്റൻ ആണ്. അപ്പെൻഡിക്കുലർ സ്കെൽറ്റനിൽ വരുന്ന ഭാഗങ്ങളാണ് ഫോർലിം, ഹൈൻഡ് ലിം, അതുപോലെ തന്നെ അൺസ്റ്റേർണം, ദാറ്റ് ഈസ് അതുപോലെ തന്നെ പെക്ടോറൽ ഗർഡിൽ ആൻഡ് സ്റ്റേർണം, pelvic girdle. Okay. So first one, forelimb. Forelimb എന്ന് പറയുമ്പോൾ the upper arm is supported by a short bone called humerus. ഫോർലിംബിന്റെ അപ്പർ ആമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഷോർട്ട് ബോൺ ആയിട്ടുള്ള ഹ്യൂമറസ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് എ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ആൻഡ് ടു റൗണ്ടഡ് എക്സ്ട്രിമിറ്റീസ്. രണ്ട് റൗണ്ടഡ് എക്സ്ട്രിമിറ്റീസ് അതിന് കാണുന്നുണ്ട്. സോ ഇതാണ് ഫോർലിംബ് ബോൺസ് ഓഫ് ഫ്രോഗ് എന്ന് പറയുന്നത്. അത് പാർട്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. സോ ദിസ് ഈസ് ദ ഹ്യൂമറസ്. ഇത് ഈ ഒരു ബോൺ ആണ്, ഹ്യൂമറസ് എന്ന് പറയുന്ന ബോൺ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പർ ആമിനെ. ഹ്യൂമറസിന് ഒരു സെൻട്രൽ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് നിങ്ങൾക്ക് കാണാം. ഒരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് കാണാം. രണ്ട് എക്സ്ട്രിമിറ്റീസ് കാണുന്നുണ്ട്. ദിസ് ഇസ് ഹെഡ് ആൻഡ് ദിസ് ഈസ് ദ കോണ്ടൈൽ റീജിയൻ. ആ രണ്ട് എക്സ്ട്രിമിറ്റീസും കാണാം. സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സെൻട്രലിൽ ഒരു ഷാഫ്റ്റ് കാണുന്നുണ്ട്. ഓക്കെ. ഷാഫ്റ്റ് ബെയർസ് എ പ്രോമിനന്റ് റിഡ്ജ് നോൺ ആസ് ഡെൽറ്റോയിഡ് റിഡ്ജ്. ഈ ഷാഫ്റ്റിന് ഒരു പ്രോമിനന്റ് ആയ റിഡ്ജ്, ദാറ്റ് ഇസ് ഡെൽറ്റോയിഡ് റിഡ്ജ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ forearm is supported by a compound bone called radioulna. ഇതാണ് upper arm. This is the upper arm and this is the forearm region. Forearmനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് ബോൺസ് കാണാം. ഒരു കോമ്പൗണ്ട് ബോൺ കാണുന്നുണ്ട്, റേഡിയോ അൾന. ആൻഡ് റേഡിയോ അൾന ഫോം ചെയ്യുന്നത് ഫ്യൂഷൻ ഓഫ് റേഡിയസ് ആൻഡ് അൾന. റേഡിയസിന്റെയും അൾനയുടെ ഫ്യൂഷൻ വഴിയാണ് റേഡിയോ അൾന ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഒരു കോമ്പൗണ്ട് ബോൺ ആയിട്ടുള്ള റേഡിയോ അൾന വെച്ചിട്ടാണ് ഈ ഫോറാം ഫോം ചെയ്തത്. റേഡിയോ അൾന is formed by the fusion of radius and ulna. And also radio ulna has a backward process called olecranon process. Olecranon process backward portion radio ulna കാണുന്നുണ്ട്. It encloses a cup. കപ്പ് നിങ്ങൾക്ക് കാണാം, ഒരു കപ്പ് കാണുന്നുണ്ട്, ഒരു ക്യാവിറ്റി കാണുന്നുണ്ട്. അവിടേക്കാണ് ഈ കോണ്ടൈൽ, ഹ്യൂമറസിന്റെ കോണ്ടൈൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നത് ഈ പോർഷനിലേക്കാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ആൻഡ് ഓൾസോ കാർപ്പസ് റീജിയൻ അല്ലെങ്കിൽ റിസ്റ്റ് റീജിയൻ is supported by 6 carpels. ഇവിടെ നിങ്ങൾക്ക് റിസ്റ്റ് റീജിയൻ കാണാം. റിസ്റ്റ് റീജിയൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 6 കാർപ്പൽസ് കാണുന്നുണ്ട്. The 3 basal carpels are radial, central and ulnar. 3 basal carpels ആണ് radial. This is radial, central and ulnar. 3 basal carpels കാണുന്നു. Radial, central and ulnar. Okay. Metacarpus അല്ലെങ്കിൽ palm region is supported by 5 metacarpals. അത് കൂടാതെ ഇനി palm region നോക്കാം. palm regionൽ നമുക്ക് 5 metacarpals കാണുന്നുണ്ട്. Fingers are supported by phalanges. Fingers സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ phalanges കാണുന്നുണ്ട്. There are only 4 fingers. Thumb absent ആണ്. 4 fingers നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. 4 fingers കാണുന്നുണ്ട്. അതുപോലെ തന്നെ thumb absent ആണ്. The first 2 fingers have 2 phalanges each. First 2 fingers എന്താണ് 2 phalanges ആണ് കാണുന്നത്. And also last 2 have 3 each. Last 2ന് 3 കാണുന്നുണ്ട്. First 2ന് only 2 phalanges ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ phalangeal formula of forelimb എന്ന് പറയുന്നത് 0, 2, 2, 3, 3 അങ്ങനെയാണ്. 0, 2, 2, 3, 3 ഉണ്ടാവും. ഇവിടെ 0, 2, 2 and 3, 3. ഇവിടെ മൂന്ന് phalanges കാണുന്നുണ്ട്. Here 0 and here 2, 2 each. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത് 0, 2, 2, 3, 3. ഇത്രയാണ് ഫോർലിംബിന്റെ കാര്യം പറയാനുള്ളത്. സോ നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു pectoral girdle and sternum. Pectoral girdle നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Pectoral girdle is the girdle of forelimb. Forelimb-ന്റെ girdle ആണ് pectoral girdle. And pectoral girdle consists of 2 similar halves. രണ്ട് similar halves ആണ് കാണുന്നത്. Each half has 2 portions, that is upper scapular portion and lower coracoid portion. Upper scapular portion കാണുന്നു, അതുപോലെ തന്നെ lower coracoid portion കാണുന്നു. This is upper scapular portion and lower coracoid portion. This is the scapular portion and this is the coracoid portion. ഇതാണ് pelvic girdle and sternum എന്ന് പറയുന്ന സ്ട്രക്ചർ. The scapular portion consists of scapula and suprascapula. Scapular portion ഇതാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ അവിടെ രണ്ട് പോർഷൻ കാണാം, scapula and suprascapula. This is scapula and this is suprascapula. ഇതാണ് scapula, this is the suprascapula. Okay. Scapula നമുക്ക് അറിയാവുന്ന ഒരു ബോൺ ആണ്. ആൻഡ് വേറെ സൂപ്രാസ്കാപ്പുല എന്ന് പറയുന്ന ഒരു കാൽസിഫൈഡ് കാർട്ടിലേജ് ആണ്. ഇവിടെ ഇതാണ് സൂപ്രാസ്കാപ്പുല, അതൊരു കാൽസിഫൈഡ് കാർട്ടിലേജ് ആണ്. സ്കാപ്പുല എന്ന് പറയുന്നത് ബോൺ ആണ്. ഓക്കെ. കൊറക്കോയിഡ് പോർഷൻ പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ബോൺസ്. ദേ ആർ ക്ലാവിക്കിൾ ആൻഡ് കൊറക്കോയിഡ്. കൊറക്കോയിഡ് പോർഷനിലാണെങ്കിൽ ഈ കൊറക്കോയിഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്
കൺസിസ്റ്റ് ഓഫ് ടു ബോൺസ്, ക്ലാവിക്കിൾ ആൻഡ് കൊറക്കോയിഡ്. അവിടെ രണ്ട് ബോൺസ് കാണുന്നുണ്ട്, ക്ലാവിക്കിൾ ആൻഡ് കൊറക്കോയിഡ്. ഓക്കെ, ക്ലാവിക്കിൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ കൊറക്കോയിഡ് കാണുന്നുണ്ട്. And they are separated from each other by a space called coracoid fenestra. ഒരു സ്പേസ്, കൊറക്കോയിഡ് ഫെനിസ്ട്ര എന്നുള്ളൊരു സ്പേസ് വഴിയാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കൊറക്കോയിഡ് ആൻഡ് ഫെനിസ്ട്ര അത് ക്ലാവിക്കിളും കൊറക്കോയിഡിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൊറക്കോയിഡ് ഫെനിസ്ട്ര കാണുന്നുണ്ട്. ലൈങ് ബിലോ ദ ക്ലാവിക്കിൾ ഇസ് എ തിൻ കാർട്ടിലേജ്, ദ പ്രീ കൊറക്കോയിഡ്. ക്ലാവിക്കിളിന്റെ താഴെയായിട്ട് പ്രീ കൊറക്കോയിഡ് കാണാം. ക്ലാവിക്കിൾ ഇതാണ് ക്ലാവിക്കിൾ, അതിന് താഴെയായിട്ട് ക്ലാവിക്കിൾ, അതിന് താഴെയായിട്ട് പ്രീ കൊറക്കോയിഡ് കാണുന്നുണ്ട്. And also clavicle and coracoid extend to the middle line and meet a median cartilage known as epicoracoid. ഇത് കൂടാതെ ഇവിടെ ക്ലാവിക്കിൾ ആൻഡ് കൊറക്കോയിഡ് മീറ്റ് ചെയ്തിട്ട് ഒരു മീഡിയൻ ബോൺ ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ഒരു മീഡിയൻ കാർട്ടിലേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് epicoracoid. This is a epicoracoid. ഒരു epicoracoid ഫോം ചെയ്യുന്നുണ്ട്. At their outer end they meet the scapula. ഔട്ടർ എൻഡിൽ അവർ എവിടെ മീറ്റ് ചെയ്യുന്നു? സ്കാപ്പുലേനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഔട്ടർ എൻഡിൽ അവർ സ്കാപ്പുലേനെ മീറ്റ് ചെയ്യുന്നു. And also at this junction is a cup-like cavity called glenoid cavity. അവിടെ ഒരു cup-like cavity ആയിട്ടുള്ള glenoid cavity, ഒരു glenoid cavity ഇവിടെ കാണുന്നുണ്ട്. And the head of humerus peeks into this to form shoulder joint. ഈ glenoid cavityക്കാണ് ഫീമർ അറ്റാച്ച് ചെയ്തിട്ട്, ഹ്യൂമറസ് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഷോൾഡർ ജോയിന്റ് ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റേർണം. സ്റ്റേർണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ബോൺ ആണ്. ആൻഡ് ആക്ച്വലി ഇതൊരു പാർട്ട് ഓഫ് ആഷ്വൽ സ്കെൽറ്റൺ ആണ് ശരിക്കും. ബട്ട് ഫ്രോഗിന്റെ കേസിൽ അത് ഈ സ്റ്റേർണം പെക്ടോറൽ ഗേർഡിനായിട്ട് ഇന്റിമേറ്റ്ലി അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. സോ സ്റ്റേർണം ഹാസ് 4 പാർട്സ് ഉണ്ട്. ദേ ആർ എപ്പിസ്റ്റേർണം, ഓമോസ്റ്റേർണം, മീസോസ്റ്റേർണം ആൻഡ് സിഫിസ്റ്റേർണം. ഓക്കെ, ദിസ് എപ്പിസ്റ്റേർണം, ഓമോസ്റ്റേർണം, മീസോസ്റ്റേർണം ആൻഡ് സിഫിസ്റ്റേർണം. അത്രയാണ് പെക്ടോറൽ ഗേർഡിൽ ആൻഡ് സ്റ്റേർണം എന്നുള്ള സ്ട്രക്ചർ നമുക്ക് നോക്കാനുള്ളത്. സോ നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ഹൈൻഡ് ലിംബ്. ഹൈൻഡ് ലിംബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻ ദ ഹൈൻഡ് ലിംബ് ദ തൈ ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്റ്റൗട്ട് ബോൺ കോൾഡ് ഫീമർ. ഒരു ഫീമർ ബോൺ ആണ് തൈനെ സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് ഫോർ ലിംബിൽ നമ്മൾ കണ്ടു, ഹ്യൂമറസ് കണ്ടു, അതുപോലെ ഇവിടെ ഒരു സ്റ്റൗട്ട് ബോൺ ഫീമർ കാണുന്നുണ്ട്. ഫീമറിന് 2 എക്സ്ട്രീമിറ്റീസ് ഉണ്ട്. ദിസ് ഈസ് ദ ഹെഡ് ആൻഡ് ദിസ് ഈസ് ദ, ഒരു ഹെഡും കാണുന്നുണ്ട്, അതുപോലെ തന്നെ കോണ്ടൈൽ കാണുന്നുണ്ട്. ദിസ് ഇസ് എ കോണ്ടൈൽ പോർഷൻ. അത് കൂടാതെ സെൻട്രൽ ഷാഫ്റ്റും അതിന് കാണുന്നുണ്ട്. ആൻഡ് ദ ഷാങ്ക് ഈസ് സപ്പോർട്ടഡ് ബൈ എ കോമ്പോസിറ്റ് ബോൺ കോൾഡ് ടിബിയോഫിബുല. അതാണ് ടിബിയോഫിബുല. ഒരു കമ്പോസിറ്റ് ബോൺ ആണ്. നമ്മൾ മറ്റേ ഫോർ ലിംബിൽ കണ്ടിട്ടുണ്ടായിരുന്നു റേഡിയോ അൾന, അതുപോലെ ഇവിടെ കാണുന്നതാണ് ടിബിയോഫിബുല. ടാർസസ് റീജിയൻ ഈസ് സപ്പോർട്ടഡ് ബൈ 4 ടാർസൽസ്. ഈ ടാർസസ് റീജിയന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4 ടാർസൽസ് കാണാം, അറേഞ്ച് ഇൻ 2 rows of 2 each. The 2 basal tarsals are astragalus or tibial. അവിടെ 2 basal tarsals ആണ്, astragalus അല്ലെങ്കിൽ tibial, and also calcaneum അല്ലെങ്കിൽ fibulare. calcaneum അല്ലെങ്കിൽ fibulare. This is calcaneum അല്ലെങ്കിൽ fibulare കാണാം, astragalus അല്ലെങ്കിൽ tibial കാണുന്നുണ്ട്. astragalus is thin and inner and thinner ആണ്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ astragalus അല്ലെങ്കിൽ tibial എന്ന് പറയുന്നത് inner and thinner ആണ്, thinner portion ആണ്. and calcaneum is അല്ലെങ്കിൽ ഫിബുലർ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആൻഡ് സ്റ്റൗട്ടർ പോർഷൻ ആണ്. ഔട്ടർ ആൻഡ് സ്റ്റൗട്ടർ പോർഷൻ ആണ് ഫിബുലർ എന്ന് പറയുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ദേ ആർ യുണൈറ്റഡ് അറ്റ് ദെയർ എൻഡ്സ് ആൻഡ് സെപ്പറേറ്റഡ് ഇൻ ദ മിഡിൽ. മിഡിലിൽ സെപ്പറേറ്റ് ചെയ്ത പോർഷൻ നമുക്ക് കാണാം. അവർ അതിന്റെ എൻഡ്സിൽ അവർ ജോയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ സെന്റർ പോർഷനിൽ അവർ സെപ്പറേറ്റഡ് ആണ് നിൽക്കുന്നത്. സോ ഓക്കെ, നെക്സ്റ്റ് മെറ്റാടാർസസ് നോക്കാം. മെറ്റാടാർസസ് ഈസ് സപ്പോർട്ടഡ് ബൈ 5 മെറ്റാടാർസസ്. 5 മെറ്റാടാർസസ് കാണാം. മെറ്റാടാർസൽ ബോൺസ്, അത് മെറ്റാടാർസൽ ബോൺസ് 5 മെറ്റാടാർസസ് കാണുന്നുണ്ട്. 1 2 3 4 5. ഓക്കെ, toes are supported by phalanges. toesനെ സപ്പോർട്ട് ചെയ്തിട്ട് phalanges കാണുന്നുണ്ട്. There are 5 complete toes and a 6 supplemental toe. കംപ്ലീറ്റ് ആയിട്ടുള്ള 5 toesഉം കാണാം, ഒരു 6 supplemental toeയും കാണുന്നുണ്ട്. അപ്പോൾ 6th toe is inner ആണ്, അതുകൊണ്ട് inner to the hallux അല്ലെങ്കിൽ big toeന്റെ inner ആയിട്ടാണ് 6th toe കാണുന്നത്. So it is called pre-hallux എന്ന് പറയുന്നത്. The first and second toes have 2 phalanges each. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടോസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടോസിന് 2 ഫലാഞ്ചസ് ആണ് കാണുന്നത്. തേർഡ് ടോയ്ക്ക് 3 ഫലാഞ്ചസ് കാണാം. ഫോർത്ത് വണ്ണിന് 4 ഫലാഞ്ചസ് കാണുന്നുണ്ട്. ഫിഫ്ത്ത് വണ്ണിന് അഗെയിൻ 3 ഫലാഞ്ചസ് കാണുന്നുണ്ട്. സോ ഇവിടുത്തെ ഫലാഞ്ചൽ ഫോർമുല എന്ന് പറയുന്നത് 2 2 3 4 3 2 2 3 4 3 അങ്ങനെയാണ് ഹൈൻഡ് ലിംബിന്റെ ഫലാഞ്ചൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഇത്രയാണ് ഹൈൻഡ് ലിംബിന്റെ കാര്യം നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് പെൽവിക് ഗേർഡിൽ നോക്കാം. പെൽവിക് ഗേർഡിൽ ഈസ് എ വി ഷേപ്പ് സ്ട്രക്ചർ ആണ് ആൻഡ് ഇറ്റ് ഹാസ് 2 സിമിലർ ഹാഫ്സ്. ഓക്കെ, ഒരു വി ഷേപ്ഡ് സ്ട്രക്ചർ ആണ് പെൽവിക് ഗേർഡിൽ. ദിസ് ഇസ് എ പെൽവിക് ഗേർഡിൽ ആൻഡ്
ഇറ്റ് ഹാസ് ടു സിമിലർ ഹാഫ്സ്, രണ്ട് സിമിലർ ഹാഫ്സ് കാണുന്നുണ്ട്. ഈ ഹാഫിന് പറയുന്ന പേരാണ് ഓസ് ഇന്നോമിനേറ്റം. ഓക്കെ, ഈ ഓരോ ഹാഫിന് നമ്മൾ പറയുന്ന പേരാണ് ഓസ് ഇന്നോമിനേറ്റം. ആ ഒരു ഓസ് ഇന്നോമിനേറ്റത്തിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ വേറിട്ട് കൊടുത്തിട്ടുള്ളത്. You can see it in turn is formed by the fusion of three bonds, namely ilium, ischium and pubis. ഈ ഓസ് ഇന്നോമിനേറ്റം again ഫോം ചെയ്യുന്നത് 3 ബോൺസിന്റെ ഫ്യൂഷൻ വഴിയാണ്. They are ilium, ischium and pubis. അങ്ങനെ 3 ബോൺസ് കൂടിയിട്ടാണ് ഓസ് ഇന്നോമിനേറ്റം ഫോം ചെയ്തിട്ടുള്ളത്. And at the junction of these three നമുക്ക് ഒരു കപ്ലൈ ക്യാവിറ്റി കോൾ അസറ്റാബുലം കാണാം. ഒരു കപ്ലൈ ക്യാവിറ്റി, ഇവിടെ അസറ്റാബുലം, ദിസ് ഇസ് കപ്ലൈ ക്യാവിറ്റി കോൾ അസറ്റാബുലം കാണുന്നുണ്ട്. ഈ അസറ്റാബുലത്തേക്കാണ് ഫീമറിന്റെ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതാണ് ഹിപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. ഫീമറിന്റെ ഹെഡ് ഈ അസറ്റാബുലത്തിൽ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഹിപ്പ് ജോയിന്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കൂടാതെ പ്യൂബിസ് ആൻഡ് ഇഷ്യം ഓഫ് ഈച്ച് സൈഡ്, രണ്ട് സൈഡിലും പ്യൂബിസ് ആൻഡ് ഇഷ്യം, ഈ പ്യൂബിസ് ആൻഡ് ഇഷ്യം ഓഫ് ഈച്ച് സൈഡ് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്തിന് ഇത് പറയുന്ന പേരാണ് pubo-ischiatic symphysis. Okay, the pubis and ischium of each side join their fellows of opposite side with a median strip of cartilage in between, and it is known as pubo-ischiatic symphysis. രണ്ട് pubis and ischium, രണ്ട് സൈഡിലും pubis and ischium ഉണ്ടല്ലോ. ഓസ് ഇന്നോമിനേറ്റത്തിന്റെ രണ്ട് സൈഡിലും pubis and ischium കാണാം. അത് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ pubo-ischiatic symphysis എന്ന് പറയുന്നു. So it's all about pelvic girdle of frog. Okay. നെക്സ്റ്റ് വൺ, എന്താണ് കാർട്ടിലേജിനസ് ബോൺസ് ആൻഡ് എന്താണ് മെംബ്രെയിൻ ബോൺസ് നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദ എംബ്രോളജിക്കൽ ഒറിജിൻ നോക്കുകയാണെങ്കിൽ 2 kinds ഓഫ് ബോൺസ് നമുക്ക് ഫ്രോഗിൽ കാണുന്നുണ്ട്. കാർട്ടിലേജ് ബോൺസ് കാണാം, മെംബ്രെയിൻ ബോൺസ് കാണാം. കാർട്ടിലേജ് ബോൺസ് എന്ന് പറയുന്നത് ദേ ആർ ഫോംഡ് ഇൻ ദ എംബ്രിയോണിക് കാർട്ടിലേജ് ബൈ ദ ഓസിഫിക്കേഷൻ ഓഫ് ബോൺ ഫോമിംഗ് കണക്റ്റീവ് ടിഷ്യൂ സെൽസ്. ബോൺ ഫോം ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ, ബോൺ ഫോമിംഗ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ സെൽസിന്റെ ഓസിഫിക്കേഷൻ വഴി ഉണ്ടാകുന്ന ബോൺസ് ആണ് കാർട്ടിലേജ് ബോൺസ്. അതുകൊണ്ട് തന്നെ അവർ ഗ്രാജുവലി റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. എംബ്രിയോണിക് കാർട്ടിലേജിനെ അവർ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ വേറൊരു പേരാണ് റീപ്ലേസിംഗ് ബോൺസ് എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് മെംബ്രെയിൻ ബോൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോംഡ് വിത്തിൻ ദ ഫൈബ്രസ് ടിഷ്യൂ ആൻഡ് നോട്ട് വിത്തിൻ ദ കാർട്ടിലേജ്. മെംബ്രെയിൻ ബോൺസ് ഫോം ചെയ്യുന്നത് വിത്തിൻ ദ ഫൈബ്രസ് ടിഷ്യൂലാണ്, പക്ഷെ കാർട്ടിലേജിലല്ല. ആൻഡ് ദേ ഗ്രാജുവലി ഫോം എ കവറിംഗ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓവർ ആൻഡ് അറൌണ്ട് ദ കാർട്ടിലേജ്. ഈ മെംബ്രെയിൻ ബോൺസ് കാർട്ടിലേജിന് ചുറ്റോറും ഒരു കവറിംഗ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരെ പറയുന്ന വേറൊരു പേരാണ് ഇൻവെസ്റ്റിംഗ് ബോൺസ്. ഓക്കെ, സോ കാർട്ടിലേജ് ബോൺസ് കാണുന്നുണ്ട്, മെംബ്രെയിൻ ബോൺസ് കാണുന്നുണ്ട്. കാർട്ടിലേജ് ബോൺസ് ഫോം ചെയ്യുന്നത് എംബ്രിയോണിക് കാർട്ടിലേജിന്റെ ബോൺസ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോൺ ഫോമിംഗ് ആയുള്ള കണക്റ്റീവ് ടിഷ്യൂ സെൽസിന്റെ ഓസിഫിക്കേഷൻ വഴി ഫോം ചെയ്യുന്നതാണ്. മെംബ്രെയിൻ ബോൺസ് എന്ന് പറയുന്നത് ഒരു കവറിംഗ് ആയിട്ട് ഫോം ചെയ്യുന്നു, കാർട്ടിലേജിന്റെ ചുറ്റുപാട് ഒരു കവറിംഗ് ആയിട്ട് ഫോം ചെയ്യുന്നു. സോ ദേ ആർ ഓൾസോ കോൾഡ് ഇൻവെസ്റ്റിംഗ് ബോൺസ്. ആൻഡ് കാർട്ടിലേജിന്റെ ബോൺസിന്റെ എക്സാമ്പിൾ ആണ് protic, sphenthemoid, ex-occipital, mentomecaelian, posterior cornua, vertebrae, bones of forelimb, hind limb, pectoral girdle, pelvic girdle ഒക്കെ കാർട്ടിലേജ് ബോൺസ് ആണ്. മെംബ്രെയിൻ ബോൺസിന് എക്സാമ്പിൾ ആണ് quadratojugulas, maxilla, premaxilla, vomers, frontoparietal, nasals, pterygoids, squamosals, dentaries. അങ്ങനത്തെ ബോൺസ് ഒക്കെ മെംബ്രെയിൻ ബോൺസിന് എക്സാമ്പിൾ ആണ്. സോ നമ്മൾ നോക്കിയത് അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ ആയിരുന്നു. അതിൽ വരുന്നത് ഫോർലിംബിന്റെ പോർഷൻസ് നോക്കി, പെക്ടോറൽ ഗേർഡിൽ സ്റ്റേർണം പറഞ്ഞു, ഹൈൻഡ് ലിംബിന്റെ സ്ട്രക്ചർ നോക്കി, പെൽവിക് ഗേർഡിൽ പറഞ്ഞു, ആൻഡ് ഓൾസോ കാർട്ടിലേജ് ബോൺസ് എന്താണ്, മെംബ്രെയിൻ ബോൺസ് എന്താണ് നോക്കി. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ ഹാവ് അണ്ടർസ്റ്റുഡ്. താങ്ക് യു.